കുട്ടികളെ, ഞാനിപ്പോൾ ഒരു സാരി ഡ്രപ്പിംഗ് വീഡിയോ ഇട്ടത് നിങ്ങൾ ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അന്നേ ദിവസം തന്നെ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ എഴുതിയിട്ടാണ് 2 ദിവസം വൈകി കേട്ടോ. അപ്പോൾ ഇതൊരുമാതിരി വലിച്ചു വരി കൊടുത്തേക്ക് കേട്ടോ. അതായത് ഞാനിപ്പോൾ പറയാൻ വന്നവരെ തമ്മിൽ പറഞ്ഞവരെ എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളായിരിക്കും, പല പല രീതികളായിരിക്കും. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാനൊരു 180 കിലോ ഉള്ളൊരു സ്ത്രീയാണ്. അത്യാവശ്യം ഒരു കുട്ടി വയറൊക്കെ ഉണ്ട്, ഒരുപാട് കൊടവയറില്ലെങ്കിലും കുറച്ചൊക്കെ കുട്ടി വയറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം 2 കമന്റ് ആണല്ലോ. ഒരുപാട് കമന്റ് എന്ന് പറയാൻ വലിയ സെലിബ്രിറ്റി ഒന്നുമല്ല, എന്നാൽ പോലും 2 കമന്റിൻ്റെയാണ്. ചേച്ചി എനിക്ക് വണ്ണമുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ സാരി ഉടുക്കാറില്ല. പക്ഷെ സാരി ഉടുക്കണവരെ കാണുമ്പോൾ കൊതിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി ഉടുക്കാൻ. പക്ഷെ എനിക്ക് വണ്ണമുള്ളതുകൊണ്ട് ഉടുക്കാറില്ല. അപ്പോൾ അവർക്കുള്ള ആദ്യത്തെ ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒന്ന്, നമ്മൾ ഇപ്പോൾ ഒരുപാട് ഷേപ്പ് വെയർ പോലത്തെ അണ്ടർസ്കേർട്ടുകൾ ഇറങ്ങുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടും അത് പ്രൊമോട്ട് ചെയ്യാറില്ല. കാരണം അത് ഒരു ഡിസ്കംഫർട്ടായിട്ട് ഒരു 2-3 ബ്രാൻഡിനെ ഞാൻ മേടിച്ചിട്ട് ഇരിക്കുമ്പോഴേക്കും ഏകദേശം സാരിയുടെ പാവാട എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രൗണ്ട്, അതായത് നിലത്ത് നിന്ന് 1 ഇഞ്ച് പൊക്കത്തിൽ മാത്രമേ പാടുള്ളൂ. അതായത് 1/4 ഭാഗം മറ്റേ കുതിരക്കാരിരിക്കണവരല്ല പാവാടിരിക്കേണ്ടത്. ശരിക്കും നമ്മുടെ തറയിൽ നിന്ന് ഇത്ര വ്യത്യാസം പാടുള്ളൂ, അത്രയും ഇറക്കം വേണം. അപ്പോൾ പറയും ചേച്ചി അത്ര ഇറക്കമുള്ളത് വാങ്ങിക്കുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ചുരുക്ക് പോലെ ഇരിക്കും, അപ്പോൾ നമുക്ക് ഭയങ്കര വണ്ണം തോന്നൂലേ. അപ്പം അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എന്തായാലും സാരിക്ക് സാരി ഫോളോ എന്തെങ്കിലുമൊക്കെ പിടിപ്പിക്കാനോ ബ്ലൗസൊക്കെ തയ്ക്കാൻ പോകുമല്ലോ. അപ്പം നമ്മളെ സീറ്റിൻ്റെ അളവെടുത്തിട്ട് ഫിഷ് കട്ട് എന്നൊക്കെ പറയാം. അതായത് ഇങ്ങനെ സീറ്റിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് ഇരിക്കാനുള്ളൊരു കംഫർട്ടിൽ അവിടെ മാത്രം, അതായത് നമ്മളുടെ ബട്ടക്സിൻ്റെ നമ്മുടെ ആ ഒരു സീറ്റിൻ്റെ ഭാഗത്തൊന്ന് ഷെയ്പ്പ് ചെയ്തടിക്കുക. ബാക്കി അങ്ങനെ ഒരു മുട്ട് വരെ ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തടിക്കുക, ബാക്കി അങ്ങോട്ട് വിട്ടേക്കണം. താഴെ ഒരിക്കലും ഒതുക്കരുത് അണ്ടർസ്കേർട്ട്. പിന്നെ ചില ആൾക്കാർ പൊക്കിളിൽ താഴെ ഉടുക്കുന്നവരുണ്ട്, പൊക്കിളിൽ മേളിൽ വെച്ച് ഉടുക്കുന്നവരുണ്ട്. പക്ഷെ എനിക്ക് അവരോട് പറയാനുള്ളത്, ഒരുപാട് വയറുള്ളവർ പുറത്തേക്ക് നമുക്ക് ഇന്നർ നമുക്ക് ഫീൽ ചെയ്യും വയറുണ്ടെന്ന്. പുറത്തേക്ക് കാണുന്നവര് ഇതൊരു വയറ് എന്നൊരു തോന്നലില്ലാതിരിക്കണമെങ്കിൽ പൊക്കിളിന്റെ തൊട്ട് താഴെ ഇത്രയും തൊട്ട് താഴെ വേണം ഈ അണ്ടർസ്കേർട്ട് കെട്ടാൻ. ഞാൻ ഈ സാരി ഡ്രാപ്പിങ്ങില് അണ്ടർസ്കേർട്ടിന്റെ വള്ളി സെന്ററിൽ കെട്ടുന്നത് പറഞ്ഞായിരുന്നു. സെന്ററിൽ കെട്ടുന്നതെന്ന് വെച്ചാൽ ഏത് ടൈപ്പ് സാരി ഉടുത്താലും ചിലവരുടെയൊക്കെ നൈസായിട്ടുള്ള സാരി ഉടുക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് വള്ളിയൊക്കെ കാണാൻ പറ്റും. അത് കാണാതിരിക്കാനാണ് ഇതിൽ ടിപ്പല്ല. പിന്നെ നമ്മൾ പാൻറ്റീസ് എടുക്കുമ്പോൾ, അണ്ടർവെയർ സെലക്ട് ചെയ്യുമ്പോൾ, ഷഡ്ഡി മേടിക്കുമ്പോൾ, ഈ 3 ഭാഷയാണ് നമ്മൾ കേരളത്തിലുള്ളത്, മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സാധാരണ പാൻറ്റി മേടിക്കുമ്പോൾ, ഞാൻ ഇനി എൻ്റെ അണ്ടർവെയർ കാണിച്ചതിനോട് വിഷയം വേണ്ടതുകൊണ്ട് കാണിക്കാത്ത കേട്ടോ. സാധാരണ നമ്മുടെ അലാസ്റ്റിക് ഉണ്ടല്ലോ, അതായത് പാൻറ്റിയുടെ അറ്റത്തുള്ള അലാസ്റ്റിക്, നമ്മളെ വയറിൻ്റെ അല്ലെങ്കിൽ തൊട്ട് താഴെയായിട്ട് ഇരിക്കുന്ന ഭാഗത്തുള്ള അലാസ്റ്റിക് വളരെ വണ്ണം കുറവായിരിക്കും. നിങ്ങൾ എപ്പോഴും ഹൈ വേസ്റ്റിൽ പൊക്കിള് മേളിലുള്ളതല്ല, കുറച്ച് ലോ വേസ്റ്റ്, അത് ബിക്കിനി പോലെ നമ്മളെ എന്താ പറയാ ഈ യോനിയുടെ തൊട്ടരിയത്ത് നിൽക്കണമല്ല, കുറച്ച് വയറിൻ്റെ അങ്ങോട്ട് പൊക്കിള് താഴെ നിൽക്കണം, വയറിൻ്റെ അങ്ങോട്ട് കയറി നിൽക്കുന്ന പാൻറ്റീസ് മേടിക്കണം. പാൻറ്റീസ് ചുമ്മാ മേടിച്ചാൽ മാത്രം പോരാ, വീതിയുള്ള അലാസ്റ്റിക് ഉള്ള കിട്ടും. ഇത്രയും വീതിയുള്ളവരെയൊക്കെ കിട്ടും, ഇത്രയും വീതിയുള്ളത്. നിങ്ങൾക്കത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിച്ചത് ഞാനിവിടെ പ്രൊഡക്റ്റായിട്ട് ഇടാം. നമ്മളുടെ സൈസ് അനുസരിച്ച് മേടിക്കുക, ഇത്രയും വീതി ഇടാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിവയറിൻ്റെ അവിടെ ശരിക്കും പതിഞ്ഞിരിക്കും. നമുക്ക് ഉറപ്പായിട്ട് വണ്ണമുള്ളവർക്ക്, നമ്മൾ 2 പിള്ളേരെയൊക്കെ പ്രസവിച്ച് വരുമ്പോൾ നാച്ചുറൽ ആണത്. ഇത് കോൺഫിഡൻസ് പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് തടി എന്ന് പറയുന്നത് എൻ്റെ കോൺഫിഡൻസിന് ഒരു രീതിയിലും ഇതാക്കാത്തുള്ള ആളാണ്. സ്ട്രെച്ച് മാർക്കോ സാഗിങ്ങോ തടിയൊന്നും എന്നെ ബാധിക്കില്ല. ഞാൻ എന്ത് ഡ്രസ്സ് ഇടും. പക്ഷെ അത് കോൺഫിഡൻസ് ചില സമയത്തൊക്കെ ആരെങ്കിലൊക്കെ ഇതൊരു തടിയാണ്, ഒരു ഭംഗിയില്ലല്ലോ, വയറങ്ങ് ചാടിക്കിടക്കുന്നു എന്നുള്ളൊരു വേദന കിട്ടിയവർക്ക് മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടാണ്, അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീതിയുള്ള ബാൻഡ്, വീതിയുള്ള അലാസ്റ്റിക് ഉള്ള കിട്ടും. അത് നമ്മളുടെ പൊക്കിളിന് തൊട്ട് താഴെ വരെ നമ്മൾ അണ്ടർസ്കേർട്ടിന്റെ ഒപ്പത്തിനൊപ്പം തന്നെ ഈ സാധനം ബാൻഡ് വന്ന് നിൽക്കും കേട്ടോ, അലാസ്റ്റിക് വന്ന്. അതൊന്നാമത്തത്. രണ്ടാമത്തത്, പ്ലസ് സൈസ് ആരെ എപ്പോഴും നമ്മുടെ ബ്രസ്റ്റിന് ചിലപ്പോൾ ഈ പോയിന്റ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ പാഡഡ് ബ്രാ ഒക്കെ എടുക്കും. ആ പോയിന്റ് കാണാതിരിക്കാനും അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവരെടുക്കേണ്ടത് സെന്റർ അലാസ്റ്റിക് ഉള്ള, സെന്ററിൽ മാത്രം അലാസ്റ്റിക് ഉള്ള റൗണ്ട് സ്റ്റിച്ചുള്ള കോട്ടൺ ബ്രായാണ്. മനസ്സിലായല്ലോ? അതായത് അവിടെ ഇവിടെയൊക്കെ ഒന്നും ബൾജ് ചെയ്യാതെ ഇരുന്ന് നല്ലോണം ഒതുങ്ങി എന്നാൽ വളരെ ഷേപ്പായിട്ട് നമ്മുടെ
ഈ ഒരു ബ്രസ്റ്റിന്റെ ഭാഗം നല്ല ഷേപ്പായിട്ടിരിക്കുകയും ചെയ്യും, എന്നാൽ ഒതുങ്ങി ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും. സെന്റർ അലാസ്റ്റിക് ഉള്ള, എല്ലായിടത്തും അലാസ്റ്റിക് ഉള്ള അല്ല, ഇവിടെ നിന്ന് വരുമ്പോൾ ഈ ബ്രസ്റ്റിന്റെ സെന്ററിൽ മാത്രം അലാസ്റ്റിക് ഉള്ള റൗണ്ട് സ്റ്റിച്ചുള്ള കോട്ടൺ ബ്രാ കിട്ടും, ഓൺലൈനിലും കിട്ടും. ഞാൻ വേണമെങ്കിൽ അത് ഇട്ടേക്കാം, പക്ഷെ എല്ലാവരും സൈസൊന്നും അറിയത്തില്ല. അതിൽ നിങ്ങൾ തപ്പി തപ്പി പോണ ഒരു പാറ്റേൺ ഇടാൻ വേണ്ടി മാത്രം ഞാൻ അത് ഇട്ടേക്കാം. എന്നിട്ട് ചുമ്മാ അങ്ങ് ഇട്ടാൽ പോരാ, കറക്റ്റായിട്ട് ബ്രാ, അതായത് നമ്മളുടെ ഒരു വിരലിൽ കയറുന്ന അത്രയും ലൂസേ പാടുള്ളൂ, കറക്റ്റായിട്ട് വലിച്ചിടുക. അപ്പൊ തന്നെ നമ്മളെ ഫീച്ചേഴ്സ് ഒരുവിധം ഒതുങ്ങിക്കഴിഞ്ഞു. ബാക്കിയുള്ളത് നമ്മളെ ഇന്നർ സോളില് നമ്മൾ തന്നെ പറഞ്ഞു മനസ്സിലാക്കണം. നമ്മൾ രണ്ട് പിള്ളേരെ അമ്മയാണ്. അമ്മ എന്ന് പറയുന്നതിൽ നമുക്ക് കിട്ടിയൊരു ഇതുണ്ട്, അത് വളരെ കോൺഫിഡൻറ്റോടെ നിങ്ങൾ നേരിടണം. പിന്നെ സാരിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള ആൾക്കാർ, ചേച്ചി തളർന്ന് സാരി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുമ്പോൾ എൻ്റെ ടയറൊക്കെ കാണാം. എനിക്കുണ്ട് നല്ല വയറിങ്ങനെ മടങ്ങിയിരിക്കും നമ്മളിരിക്കുമ്പോൾ, ഇതൊക്കെ കാണാം. അതായത് നമ്മളിപ്പോഴും സാരി ഉടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ മേളിൽ മുതൽ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ആരും ഇല്ലാത്തത് ഇവിടെ പിന്നൂത്തിയൊക്കെയാണ്. അതായത് വണ്ണം ഇവിടെ ഭയങ്കര വീതിയുള്ള ആൾക്കാർ ഒരിക്കലും ഇവിടെ കവർ ചെയ്ത് പോയിട്ട്, ഈ ഒരു എല്ലുണ്ട്, ഈ എല്ല് ഭാഗത്ത് പോയിട്ട് പിന്നു കുത്തരുത്. അപ്പൊ ഒന്നുകൂടി വീതി തോന്നും. മനസ്സിലായ? ഒന്നുകിൽ ഇത് പതിച്ച് താഴെ കുത്ത, ഇല്ലെങ്കിൽ ഇവിടെ വന്ന് ടക്കിങ് ചെയ്യേണ്ടി വരും. ഇവിടെ വന്ന് പോസിബിൾ അല്ല. എപ്പോഴും നമ്മൾ ബാക്കിലേക്ക് കൊണ്ടുപോയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ചില ആൾക്കാർ പറയും, എനിക്ക് നല്ല വീതിയുള്ള ബോർഡർ ഒക്കെ എടുക്കണത് ഇഷ്ടമാണ് ചേച്ചി, പക്ഷെ വീതിയുള്ള ബോർഡർ വണ്ണം തോന്നില്ലേ? വണ്ണം തോന്നും, ഉറപ്പാണ് വണ്ണം തോന്നും. പക്ഷെ അതെങ്ങനെ ഉടുക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. വീതിയുള്ള ബോർഡർ വരുമ്പോൾ നമ്മൾ ഇവിടത്തെ വീതി ഓക്കെ, ചിലപ്പോൾ വീതി ഉണ്ടാവില്ല, ഇവിടെ പോട്ടെ. പക്ഷെ ഈ താഴേക്ക് വരുമ്പോൾ കണ്ടോ, ഈ താഴേക്ക് വരുമ്പോൾ ഈ ഒരു സാധനം, താഴത്തെ ഈ സംഭവം നമ്മൾ എന്ത് ചെയ്യണം? ഈ മുട്ടിന്റെ അവിടെ നിന്ന് പിൻ ചെയ്ത് കുത്താൻ പറ്റണം. അതായത് ഈ വീതിയുള്ള വശം ഇങ്ങനെ വട്ടം വരാതെ ഈ മുട്ടിന്റെ അവിടെ നിന്ന് മുതൽ ഈ വീതിയുള്ള ബോർഡർ വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഹൈറ്റും തോന്നും, വണ്ണം കുറവ് തോന്നും. ഒരുപാട് അങ്ങ് സ്ലിം ബ്യൂട്ടി ആവത്തില്ല, വണ്ണം കുറവും തോന്നും. മനസ്സിലായോ? അതായത് നമ്മൾ ഇവിടത്തെ ഭാഗം നമ്മൾ വറി ചെയ്യേണ്ട, അവിടെ വണ്ണമില്ലായ്മ അതൊന്നും വിഷയമില്ല. പക്ഷെ താഴെ വരുന്ന ബോർഡർ, ഈ അറ്റം വരുന്ന ബോർഡർ എപ്പോഴും പിൻ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഈ മുട്ടിന്റെ അവിടെ നിന്ന് മുതലേ ഈ ഫ്ലീറ്റ് കയറി വരണം. അല്ല നമ്മളിങ്ങനെ വൺ സൈഡ് പിടിക്കുകയാണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചു തുടങ്ങണം. മനസ്സിലായോ? പിന്നെ വണ്ണമുള്ള ആൾക്കാർക്ക് ഇതില് ഇങ്ങനെ ലൈൻസ് പോയേക്കണുണ്ട്, വട്ടം ലൈൻ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഈ ഭാഗത്തുനിന്ന് ഈ ലൈൻ ഇങ്ങനെ വട്ടം പോകുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, അങ്ങനെയുള്ള ലൈൻസ് ഉപയോഗിക്കാതിരിക്കുക. ഈ കസേരയൊക്കെ നീങ്ങിപ്പോ. അങ്ങനെ നമ്മൾ ഈ ഷേപ്പിന്റെ ഭാഗം, അതായത് നമ്മൾ ഈ ബാക്കും എല്ലാം വരുന്ന ഷേപ്പിന്റെ ഭാഗം, ഈ വര ഇങ്ങനെ വട്ടം പോകുന്ന വരയുള്ള സാരികൾ സെലക്ട് ചെയ്യണ്ട. അതിനൊരു ടിപ്പില്ല ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ ഒരു വര വരുന്ന ഈ ഷേപ്പിന്റെ ഭാഗത്താകുമ്പോൾ ഇച്ചിരി വീതി നമുക്ക് അവിടെ തോന്നും. എനിക്കതൊന്നും വിഷയമുള്ള ആളല്ല. അപ്പൊ അതങ്ങനെ ഒരു കോംപ്ലക്സ് ഉള്ള ആൾക്കാർ ഈ ഷേപ്പിന്റെ ഭാഗത്തുനിന്ന് വട്ടം വര വരുന്ന രീതിയിലുള്ള സാരികൾ എടുക്കണ്ട. പക്ഷെ അതേസമയം നീളത്തിൽ പോകുന്ന വരകളാണെങ്കിലോ, താഴേക്ക് നീളത്തിൽ പോകുന്നതാണെങ്കിൽ അടിപൊളിയായിരിക്കും. നല്ല രീതിയിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഉള്ളത്, ഞാൻ ഇവിടെ പിന്ന് കുത്തി കാണിച്ചിട്ടുണ്ട്. ഈ പ്ലീറ്റ്സ് എല്ലാം കൂടി നമ്മൾ അമർത്തി, കണ്ടോ, ഇവിടെ പിന്നെ ഇങ്ങനെ അമർത്തി വെച്ചിട്ട്, നമ്മൾ ഓൾറെഡി ഒരു പാൻറ് അണ്ടർവെയർ ഉപയോഗിച്ചിട്ടുണ്ട്, ഇവിടെ പതിഞ്ഞിരിക്കുവാണ്. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി അമർത്തി ഒരു പിന്ന് അങ്ങ് കുത്തിയേക്കണം. അപ്പൊ ഈ പ്ലീറ്റ്സ് കുത്തിയതിന്റെ ആ ഒരു പൊങ്ങൽ ഉണ്ടാവില്ല, അത് അമങ്ങി തന്നെ നിൽക്കും. പിന്നെന്താണ്, ഇത്രയൊക്കെയുള്ളൂ, ഇതൊക്കെ മതി. പിന്നെ നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് തകർക്കാൻ ആരെയും സമ്മതിക്കരുത്. പക്ഷെ ഒരു ഭംഗിയില്ല. നമുക്ക് തന്നെ നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ ഒരു തെണ്ടികളെ ഇപ്പൊ തന്നെ എനിക്കെന്തോരങ്ങാൻ പറ്റൊരു ചേച്ചിയുടെ വയറ് ചാടിയിരിക്കണല്ലോ. ഞാൻ അതിനെക്കുറിച്ച് വറി ചെയ്യുന്ന ഒരാളല്ല. 1-2 പേരാണെങ്കിലും അതിനെക്കുറിച്ച് വിഷമിക്കുന്നു എന്ന് അറിയുമ്പോൾ നമുക്കൊരു വിഷമമാണ്. അപ്പൊ നമുക്ക് തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലൗസ് എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ, അതായത് വീനെക്ക്, ഇങ്ങനെ വടി പോലെയുള്ള വീനെക്ക് ഇല്ലെങ്കിൽ ചെറുതായിട്ട് ഒന്നിങ്ങനെ വന്നിട്ട് വി പോലെ വന്നിരിക്കുന്ന നെക്ക് സെലക്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ഒതുങ്ങും. പിന്നെ ഇങ്ങനെ ഹൈ നെക്ക് പോലത്തെ ചെയ്യുമ്പോൾ ഇത്തിരി ഭീമാകാരത്തും തോന്നും. അപ്പൊ എപ്പോഴും വീനെക്ക് സ്ട്രെയിറ്റ് പോലെ വീനെക്ക് എടുത്തില്ലെങ്കിൽ ചെറിയതായിട്ട് ഇങ്ങനെ വളഞ്ഞിട്ടൊരു വീനെക്ക് എടുത്താലും പ്രശ്നമൊന്നുമില്ല, സ്ട്രെയിറ്റ് എടുത്താലും പ്രശ്നമൊന്നുമില്ല. അതിപ്പോ എത്രത്തോളം വൈഡ് ചെയ്തെടുത്താലും വിഷയമില്ല, വണ്ണം കുറവ് തോന്നും. ഇനി ചേച്ചി എനിക്ക് വണ്ണവും ഇല്ല,
ഞാൻ എങ്ങനെ സാരി ഉടുക്കാൻ? അവർക്കുള്ള കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ അണ്ടർ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുക. അതായത് അണ്ടർ സ്കേർട്ടിന്റെ പണ്ടൊക്കെ 2 പാവാടയൊക്കെ ഇടും. പക്ഷെ ഇപ്പൊ അത് പോസിബിൾ അല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 പാവാട ഇടുന്നവർക്ക് ഇതല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യമാണ് അണ്ടർ സ്കേർട്ടിന്റെ വണ്ണം കുറവുള്ളവർ ഞാൻ കണ്ടിരിക്കുന്നു വല്ലപ്പോഴും സാരി ഉടുക്കുന്നൊരു ഇതുണ്ട്, എനിക്ക് മങ്ങിയില്ല ചേച്ചി എന്നെ അങ്ങനെയാണ്. എന്തിനാണ് മക്കളെ നിങ്ങൾ ഈ വണ്ണത്തിനെ ഓർത്ത് ഇങ്ങനെ വിഷമിക്കരുത്. അങ്ങനെ വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അണ്ടർ സ്കേർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുക്കുക. സാധാരണ അണ്ടർ സ്കേർട്ടിന് എത്ര തുണി വേണമെന്ന് വെച്ചാൽ എൻ്റെ ഇരട്ടി എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഫ്രണ്ടിലല്ല ബാക്കിൽ കുഞ്ഞു 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 പ്ലീറ്റ്സ്, ഇതേ ഈ സാരിയുടെ അറ്റത്തൊക്കെ ചെയ്തേക്കണുണ്ടോ, ഇതേ കണ്ടോ, ഇങ്ങനെ പ്ലീറ്റ്സ് ബാക്കിൽ മാത്രം. പണ്ടത്തെ ഇത് പറയുന്നു, ആ പെണ്ണിന് ചന്തിയില്ല, സാരി കൊടുത്തിട്ട് ഒട്ടുമില്ല, ബ്രസ്റ്റ് ഇല്ല, എന്തൊക്കെയാ കോമഡികൾ അല്ലേ. അതിലൊന്നും കാര്യമില്ല. ഏതെങ്കിലും പിള്ളേർ ഇതിന്റെ പേരിൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പ് മാത്രമുണ്ട് ഇത്. പ്ലീറ്റ്സ് വെച്ചിട്ട് നമ്മൾ തയ്ക്കാം. കാരണം നമുക്കിപ്പോൾ പാഡഡ് ആയിട്ടുള്ള പാൻറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. അത് ഉപയോഗിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ല അതിന് പൈസ ഇല്ല എന്നുള്ളവർക്ക് ഈ ഒരു അണ്ടർ സ്കേർട്ട് മതി. ഇങ്ങനെ പ്ലീറ്റ്സ് ആയിട്ട് ബാക്കിൽ മാത്രം പ്ലീറ്റ്സ് മതി, ഫ്രണ്ടിലൊന്നും വേണ്ട. പിന്നെ അങ്ങനെ ഇപ്പൊ ബ്രസ്റ്റിന്റെ ഒരു പ്രശ്നമുണ്ട്. സാരി ഉടുക്കാൻ ബ്രസ്റ്റ് വേണമെന്നോ വേണ്ടെന്നോ ഒന്നുമില്ല. പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കുറെ അധിക്ഷേപിക്കുകയും ഒന്നുമില്ല സാരി ഉടുത്തിട്ട്, അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾ പിള്ളേർ അങ്ങനെയൊക്കെ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ആര് സ്നേഹിക്കാനാ? നമ്മൾ സ്വയം സ്നേഹിക്കണം നമ്മളെ, അല്ലാതെ ബ്രസ്റ്റിലോ കുറെ വീർത്തിരിക്കുന്ന സാധനങ്ങളോ. ചില ആൾക്കാരുണ്ട് ട്രെൻഡിങ് ആണ് ബ്രസ്റ്റ്, അതായത് 2 ഫ്രണ്ടിലിരിക്കുന്ന ബോളിലും ബാക്കിലിരിക്കുന്ന ബോളിലും മാത്രം ട്രെൻഡിങ് കാണുന്ന ഒരു സമൂഹമുണ്ട്. മനസ്സിലായി? അതാണ് ഈ കുട്ടികളെയൊക്കെ വിഷമിപ്പിക്കുന്നത്. ബ്രസ്റ്റിന്റെ പ്രശ്നമാണോ, നിങ്ങൾ പാഡഡ് ബ്രാ ഉപയോഗിക്കാം. ഒരു പരിധി വരെ നമുക്ക് ഇവിടെ സാരിയൊക്കെ കൊടുക്കുമ്പോൾ ഭംഗി ഉണ്ടാവും. നിങ്ങൾ വീതിയുള്ള ബോർഡറുകൾ സെലക്ട് ചെയ്യാം. വണ്ണം തോന്നും. വട്ടത്തിലുള്ള വരകൾ പോകുന്നത് എടുക്കുക, വണ്ണം തോന്നും. വലിയ വലിയ ഫ്ലവർ ഉള്ളത് സാരികൾ തിരഞ്ഞെടുക്കുക, വണ്ണം തോന്നും. ബംഗാൾ കോട്ടൺ സാരികൾ നല്ലതായിരിക്കും. കോട്ടൺ സാരി നിങ്ങൾക്ക് ഉപയോഗിക്കാം. വീതിയുള്ള ബോർഡറുകൾ തിരഞ്ഞെടുക്കുക. ചെക്കുകൾ നല്ലതായിരിക്കും. ചെക്ക് പാറ്റേൺ നമുക്ക് വണ്ണം തോന്നും. പിന്നെന്താ, മൽക്കോട്ടൺ കോൺഫിഡൻസ് ഉള്ളവര് മാത്രം ഇടാനേ ഞാൻ പറയത്തുള്ളൂ. മൽക്കോട്ടനാണ് ഏറ്റവും കുറഞ്ഞത്. 120 കൗണ്ടൊക്കെ ആണെങ്കിൽ ഇത്രയും ഉണ്ടാവുള്ളൂ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അത്രയും കോൺഫിഡൻസ് ഉള്ളവർ മാത്രം. അല്ല ചേച്ചി എനിക്ക് വണ്ണം കുറവാണെന്ന് കളിയാക്കി അതുകൊണ്ട് ഞാൻ സാരി എടുക്കണല്ലോ, അങ്ങനെയുള്ളവർക്കല്ല കേട്ടോ. നമ്മളാണ് നമ്മളുടെ കോൺഫിഡൻസ്. എനിക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ എടുത്തു, അത്രയേ ഉള്ളൂ. പിന്നെ ഈ വീനെക്ക് ഒന്നും ഞാൻ പ്രിഫർ ചെയ്യില്ല. വീനെക്ക് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കും നല്ലത്. ഒരുപാട് ക്ഷീണിച്ച പോലെ തോന്നും, ഒരുപാട് നമ്മൾ ഉള്ള ക്ഷീണം കൂടി. അപ്പൊ എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള വൈഡ് നെക്ക് എടുക്കാം, അല്ലെങ്കിൽ വൈഡ് ചെയ്തെടുക്കാം. പിന്നെ ഹൈ നെക്ക്, ഇങ്ങനെയൊക്കെ പോയിട്ടുള്ള നെക്കില് ബോട്ട് നെക്കൊക്കെ, അതൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. പിന്നെ സാരി പിൻ ചെയ്യുമ്പോൾ എപ്പോഴും ഈ ബോർഡർ വന്നിട്ട് ഇവിടെ തന്നെ കൊണ്ടുവന്ന് പിൻ ചെയ്യണം. അപ്പൊ ഇവിടെ നല്ല വിരിവ് തോന്നും. പ്രത്യേകിച്ച് ബോർഡറുള്ള സാരിയൊക്കെ എനിക്ക് ഇവിടെയല്ല താഴേക്കുമല്ല, ജസ്റ്റ് ഇവിടെ കഴിയുമ്പോൾ തന്നെ എവിടെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വീതിയിൽ, അല്ലാതെ ഇങ്ങനെ കയറ്റിയൊക്കെ എടുക്കരുത്. കറക്റ്റ് ഇങ്ങനെ വീതി കൊണ്ടുവന്ന് ഏറ്റവും അകത്തി കുത്താൻ പറ്റുന്നത്, ഇങ്ങനെ ചേർത്ത് കുത്തരുത്, ഏറ്റവും അകത്തി തൊട്ട് താഴെ കുത്താൻ പറ്റുവാണെങ്കിൽ ബെസ്റ്റാണ്. ഇതൊക്കെയാണ് കുറച്ച് ടിപ്പുകൾ. പിന്നെന്താ പറയുന്നത്, പിന്നെന്ന് വെച്ചാൽ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് സാരി ഇപ്പൊ മേടിക്കുമ്പോൾ ചേച്ചി ഇതിന്റെ ബ്ലൗസ് എങ്ങനെ തയ്ച്ച ഭംഗി ഉണ്ടാവും, അല്ലെങ്കിൽ ചേച്ചി ഇത് എങ്ങനത്തെ സാരി ആയിരിക്കും എനിക്ക് ചേരുന്നേ, അല്ലെങ്കിൽ എന്ത് കളറായിരിക്കും എനിക്ക് ഇതാവുന്നേ, എനിക്ക് അങ്ങനെയൊക്കെ കുറെ പേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് നല്ലതായിരുന്നിട്ട് സാറാമ്മ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ വല്ല ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു, ഞാൻ പറഞ്ഞുതരാം. പിന്നെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക് 1.5 വർഷത്തിന് മേളിലായി. പിന്നെ അതിന്റെ ലൈറ്റ് ഒരു സ്ക്വയർ ലൈറ്റ് ആണ്. റിംഗ് ലൈറ്റ് എനിക്ക് ഇഷ്ടമല്ല, കണ്ണിലാ വട്ടം വന്നോണ്ട്. സ്ക്വയർ ലൈറ്റ് ആകുമ്പോൾ നമുക്ക് ടോട്ടലി എല്ലായിടത്തും ഒരു പ്രകാശം കിട്ടും. സ്ക്വയർ ലൈറ്റ്. പിന്നെ എന്താ പറയുക, ഈ ട്രൈപോഡ്, ബ്ലൂടൂത്ത് ട്രൈപോഡാണ്. അത് ഇവിടെ നിന്ന് നമുക്ക് നെക്കി കഴിഞ്ഞാൽ ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുക, അല്ലാതെ ഇവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കണ്ട. അപ്പൊ ഇതെല്ലാം എന്റെ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം മേടിച്ചാണ്. അല്ല മോണിറ്റൈസേഷൻ ആവണേക്ക് മുമ്പ് ചേച്ചി ഞാനൊരു യൂട്യൂബർ ആകും, ഉറപ്പായിട്ട് ഞാൻ ഈ ചാനൽ കണ്ടിന്യൂ ചെയ്യും എന്ന് ഉറപ്പുള്ളവർ മാത്രം ഇത്രയും പൈസ മുടക്കിയാൽ മതി. ഇല്ലെങ്കിൽ ഇതിൽ കുറഞ്ഞ മൈക്കുകളൊക്കെ ഉണ്ട്, ഒരു 800-600 റേഞ്ചിലൊക്കെ വരുന്ന മൈക്ക് ഉണ്ട്. പക്ഷെ ഞാൻ ആദ്യം മേടിച്ചപ്പോൾ 1-2 മാസത്തിനുള്ളിൽ പോയടാ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ ഈ വീഡിയോനെ ഞാൻ ഉപയോഗിച്ച ലിപ്സ്റ്റിക്ക് ഞാൻ ഒരൊറ്റ ക്രീം ഇട്ടിട്ടുള്ളൂ. അത് എല്ലാ ലിങ്കും ഞാൻ വീഡിയോന്റെ താഴെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് പോകണ്ട, ഈ വീഡിയോന്റെ സ്ക്രീനിന്റെ ആകുമ്പോൾ തന്നെ കാണാം പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കും. പിന്നെ ഈ സാരി കച്ചവടം ഓർണമെന്റ്സിന്റെ കച്ചവടം ഒക്കെ തുടങ്ങിയിട്ടുണ്ട്.
ഇൻസ്റ്റയിലൊന്നും അധികം ഫോളോവേഴ്സ് ഒന്നും ആയി തുടങ്ങിയിട്ടില്ലല്ലോടാ, കാരണം വിശ്വസിച്ച് വരണ്ടേ. പിന്നെ യൂട്യൂബിൽ ഈ പറഞ്ഞാല് കിട്ടുന്ന കുറച്ചൊക്കെ ഇടുന്നുള്ളൂ. അതിൽ വാട്സാപ്പ് നമ്പർ ഉണ്ട്. വാട്സാപ്പ് നമ്പറിലാകുമ്പോൾ ഫുള്ള് ഡിസൈൻ എനിക്ക് അയച്ചു തരാൻ പറ്റും. നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഒരുപാട് ലാഭമൊന്നും ഞാൻ എടുക്കുന്നില്ല, കാരണം ആകെ പാക്കിങ്ങിന്റെയും കൊറിയർ ചാർജ്, പിന്നെ അതിൽ ഒട്ടിക്കുന്ന ലോഗോ, സ്റ്റിക്കർ, അതിന്റെയൊക്കെ പൈസയൊക്കെ ആഡ് ചെയ്ത് ഒരു 10-200 രൂപയൊക്കെ കൂട്ടിയിട്ടുള്ളൂ കേട്ടോ. കാരണം പിന്നെ ഓർണമെന്റ്സിന്റെ കുറച്ചുകൂടി ലാഭത്തിലൊക്കെ കിട്ടുന്നു പലരും പറയുന്നുണ്ട് മീഷോയില്. മീഷോന്ന് വാങ്ങിച്ചൊരു സാധനം എന്ത് ചെയ്ത് അവിടെ ഇരിക്കട്ടെ റിട്ടേൺ വിടാനായിട്ട്. കാരണം നിങ്ങളെല്ലാവരും അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഞാനത് പോയി വാങ്ങിച്ചു നോക്കി. എന്താണ് ഇവര് പറയുക, സെയിം സാധനം ഞാൻ വീഡിയോ കൊടുത്തത്. എന്റെ പൊന്നെ, ഇത്രയും ലോക്കൽ സാധനം വേറെ ഇല്ല. പിന്നെ മീഷോ മാത്രം മേടിച്ച് ഉപയോഗിക്കുന്നവർക്ക് ഇത് ഭയങ്കര ക്വാളിറ്റി തോന്നും. പുറത്തുനിന്ന് നമ്മൾ ഇതുപോലെ ഉള്ള ജ്വല്ലറിയൊക്കെ നല്ല നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വിൽക്കുന്നവരുടെ അടുത്ത് ഒരു പീസ് മേടിച്ചാലേ നമ്മൾ ഇത്രയും നാല് അടിപൊളി എന്ന് പറഞ്ഞ മീഷോനേക്കാൾ എത്രയോ ഭംഗിയാണ് ഇതെന്ന് മനസ്സിലാവത്തുള്ളൂ. ഇത് ഞാൻ എന്നെ തന്നെ പ്രൊമോട്ട് ചെയ്യണല്ല. അതേ മീഷോയിൽ മേടിച്ച സാധനം കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാൻ റിട്ടേൺ വിടാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന സാധനം. ഈ സാധനം ഞാൻ റിട്ടേൺ വിടാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കണേ കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ചതാണ്. കാരണം നിങ്ങളെല്ലാവരും ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും നമുക്കൊരു വിഷമമായി. കാരണം ഇത് ഫാസ്റ്റനോ ചേച്ചി ഇതിനേക്കാൾ ഇതിൽ കിട്ടുമല്ലോ. ഈ സാധനമൊക്കെ സ്ഥിരം മേടിച്ച് ഉപയോഗിച്ചവർക്ക് ഇത് ക്വാളിറ്റി ആയിട്ട് തോന്നും. പക്ഷെ ഞാൻ ഈ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനം മേടിച്ചത് കണ്ടോ, ഇതിന്റെ ലോക്കിന്റെ വശമൊക്കെ ഒന്ന് കാണണം. നിങ്ങൾക്ക് ഇത് ഭയങ്കര ക്വാളിറ്റി ആയിട്ട് തോന്നും, പക്ഷെ ഞാൻ ഇതിനേക്കാളും നല്ല ക്വാളിറ്റിയിൽ സാധനം കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് അതാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഈ സെയിം സാധനം തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, മനസ്സിലായി, സെയിം സാധനം. പക്ഷെ ഇത് രണ്ടും കൂടി വെച്ച് നോക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇത് സ്ഥിരമായിട്ട് മേടിക്കുന്നവർക്ക് ഇത് ക്വാളിറ്റി ആയിട്ട് തോന്നും. അപ്പൊ ഒരുങ്ങാൻ വിത്ത് സാറാന്ന് പറഞ്ഞ പേജും ഹാൻഡ് പിക്ക് ബൈ സാറാന്ന് പറഞ്ഞ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യട്ടെ. കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ വേണ്ടടാ. ഇത്രയൊക്കെ ഉള്ളു, കഥകളൊക്കെ പറഞ്ഞു തീർന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ നീ ചോദിച്ചോളൂ. പിന്നെ യൂട്യൂബിൽ ഞാൻ ഈ സാരിയുടെയും ഓർണമെന്റ്സിന്റെ വളരെ കുറച്ച് സാധനങ്ങളെ ഷെയർ ചെയ്യുന്നുള്ളൂ. വാട്സാപ്പിൽ വന്ന ഫുള്ളായിട്ടൊക്കെ അയച്ചു തരാം. പിന്നെ ഒരു പുതിയ സംരംഭം പോലെ ഞാനും കയറി വരട്ടെ. അപ്പൊ വിചാരിക്കും ഓ സാർ നമുക്ക് വേറെ ബിസിനസ് ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ എത്ര കാലം അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട പ്രായമൊക്കെ 40-42 വയസ്സായില്ലേ. ഒരു 2-3 വർഷം കൊണ്ടൊക്കെ അതും കൂടിയൊക്കെ ഈ ഒരു ബിസിനസ് ഒക്കെ കയറി വരണം. ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.